പൾമണറി മെഡിസിൻ എന്ന് പറയുന്നത് എന്തെല്ലാം ട്രീറ്റ് ചെയ്യുന്ന വിഭാഗമാണ്? ബേസിക്കലി പൾമണറി മെഡിസിൻ എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗമാണ്. ഇനി ശ്വാസകോശം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ശ്വാസകോശം എന്ന് പറയുന്നത് മൂക്ക് മുതൽ തൊണ്ടയിലൂടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ട്യൂബുകളുണ്ട്, അതിന് ചുറ്റും ലങ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ഇതിനെ മുഴുവനായിട്ട് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്ന വിഭാഗമാണ് പൾമണറി മെഡിസിൻ. വിനോദ്, അപ്പോൾ OPL വിനോദിന് സ്ഥിരമായി വരുന്ന കേസസ് എന്തെല്ലാം തരം കേസസ്? ഇപ്പം നമ്മുടെ OP-യിൽ സ്ഥിരമായിട്ട് വരുന്ന കേസുകൾ ചുമ, പിന്നെ ശ്വാസം മുട്ടല്, പിന്നെ നെഞ്ചുവേദന, ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ OP-യിൽ വരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതലും കേസുകൾ ചുമയായിട്ടാണ് നമ്മൾ കാണുന്നത്. ചുമ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? ബേസിക്കലി ഈ ചുമ എല്ലാ ചുമയും അസുഖമായിട്ട് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യൻ ബേസിക്കലി ചുമയ്ക്കുന്നത് നമ്മുടെ തൊണ്ടയിലുള്ള ചില സെക്രീഷൻസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നോർമൽ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ഈ ചുമ. സോ ചില ചുമകൾ അസുഖമായിട്ട് മാറുന്നു എന്നുള്ളൂ. അപ്പോൾ എല്ലാ ചുമയും അസുഖമല്ല എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഇനി പ്രധാനമായിട്ടും നമുക്ക് അസുഖമുള്ള ചുമകളെ 3ആയിട്ട് തരംതിരിക്കാം. അതിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ്. ഒന്ന് അക്യൂട്ട് കോഫ് എന്ന് പറയാം. അക്യൂട്ട് കോഫ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ചുമ. അതൊരു 1-2 ആഴ്ച ഉള്ള ചുമയാണ് അങ്ങനെ പറയുന്നത്. പിന്നുള്ളത് സബ് അക്യൂട്ട് കോഫ് എന്ന് പറയും. അതായത് 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയാണത്. പിന്നെ ക്രോണിക് കോഫ് എന്ന് പറയും. അതായത് ഒരു 2 മാസം അല്ലെങ്കിൽ 8 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുമ്പോൾ അതിന് ക്രോണിക് കോഫ് എന്ന് പറയും. ഈ എല്ലാ ചുമകളുടെയും കാരണങ്ങളും വ്യത്യസ്തമായിരിക്കും. സോ ആദ്യത്തെ പറഞ്ഞ വിഭാഗത്തിലുള്ള ചുമകൾ അത്ര സീരിയസ് ആയ ചുമകളാവാൻ സാധ്യത കുറവാണ്. അക്യൂട്ട് കോഫ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു സാധാരണ ഫ്ലൂ, കോമൺ കോൾഡ് കാരണം ഉണ്ടാകുന്ന ചുമയാവാം. ജലദോഷപ്പനി എന്ന് പറയും. ചിലത് ആസ്മ, കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന അലർജി ചുമയാവാം. ചിലപ്പോൾ നെഞ്ചരിച്ചിൽ കാരണം ഉണ്ടാകുന്ന ചുമയാവാം. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനത്തെ ചുമയാണ് ഈ അക്യൂട്ട് കോഫിൽ വരുന്നത്. സബ് അക്യൂട്ട് കോഫിലും ഏകദേശം ഇതേ കാരണങ്ങളും അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പ്രത്യേക മരുന്നുകൾ കാരണം ചുമ വരാം. ചില ബ്ലഡ് പ്രഷറിന് കൊടുക്കുന്ന ചില മരുന്നുകൾ ചുമ ഉണ്ടാക്കാം. കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്ന ചുമയാവാം. ആസ്മയുടെ ചുമയാവാം. പുകവലി കാരണം ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന ചുമ അങ്ങനെ വരാം. 4 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 8 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമയാണ് നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്. അതിന് സീരിയസ് ആയ കാരണങ്ങൾ കാരണം വരാം. എല്ലാ 8 ആഴ്ച നിൽക്കുന്ന ചുമയും സീരിയസ് ആണെന്നും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് 8 ആഴ്ചയിൽ കൂടുതലുള്ള ചുമയെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിനോദ്, ഈ വെറ്റ് കോഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, വെറ്റ് കോഫ് എന്ന് വെച്ചാൽ പൊതുവെ ഈ കഫമുള്ള ചുമയ്ക്കാണ് വെറ്റ് കോഫ് എന്ന് പറയുന്നത്. ഈ കഫമുള്ള ചുമ സാധാരണഗതിയിൽ ഇൻഫെക്ഷനിലാണ് വരുന്നത്. അതിപ്പോൾ ന്യൂമോണിയ, അത് ലങ്സിൻ്റെ ഒരു ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗത്തിൽ അങ്ങനെ സംഭവിക്കാം. പിന്നെ COPD എന്നൊരു അസുഖമുണ്ട്. അതായത് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവുക. അത് യൂഷ്വലി പുകവലിക്കുന്ന അല്ലെങ്കിൽ കുറേ നാൾ പുകവലിക്കുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു പ്രത്യേകതര അസുഖമാണ്. സാധാരണ ഇങ്ങനത്തെ അസുഖങ്ങളിൽ നമുക്ക് വെറ്റ് കോഫ് കാണാറുണ്ട്. ഈ കഫം വരുന്നതിനാണ് ഈ വെറ്റ് കോഫ് എന്ന് പറയുന്നത്. വിനോദ്, കോവിഡ് നമ്മളെല്ലാം വിട്ടുപോയോ അതോ ഒരു വില്ലനെ പോലെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടോ? അല്ല, കോവിഡ് വിട്ടുപോയെന്ന് വെച്ചാൽ അങ്ങനെ കോവിഡ് വിട്ടു പോവില്ല, അതറിഞ്ഞിരിക്കണം. അങ്ങനെ വൈറസ് വിട്ടുപോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കോവിഡിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്ത് അതിനെ നിയന്ത്രിക്കാൻ പഠിച്ച് നമ്മൾ അതുമായിട്ട് ഇണങ്ങി ജീവിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പിന്നെ വൈറസിന് ചില ബാഹ്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ചിലപ്പോൾ തീവ്രത കുറഞ്ഞേക്കാം. പിന്നെ നമ്മൾ കോവിഡ് വാക്സിൻസ് എടുത്തത് കൊണ്ട് കോവിഡ് വന്നാലും നമുക്ക് അത്ര ഒരു തീവ്രമായ രീതിയിൽ വരാനുള്ള സാധ്യത കുറവാണ്. ചെറിയ രീതിയിൽ ചിലപ്പോൾ വന്നു പോകുന്നുണ്ടാവും. നമ്മളിപ്പം എല്ലാവരെയും പനിയുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കോവിഡ് പോസിറ്റീവായി വന്നേക്കാം. പക്ഷെ അതിപ്പോൾ അത്ര പേഷ്യൻ്റ് അത്ര മോശമാവത്തോണ്ട് നമ്മളത് അങ്ങനെ എടുക്കുന്നില്ല. കോവിഡ് വാക്സിൻ എടുത്തത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അത് എടുത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നും ഒത്തിരി പേഷ്യൻസ് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അത് പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ടോ അതോ? ഇപ്പം
നമുക്കിപ്പം ഈ അനുഭവം അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ അനുഭവം വെച്ചിട്ട് ആൾക്കാർ ചില യുനോ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതാണ്. അത് അങ്ങനെയല്ല. ശാസ്ത്രീയമായിട്ട് നമ്മളതിനെ ആനലൈസ് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ വാക്സിൻ, ഇപ്പോൾ ഏതൊരു സംഭവം എടുത്താലും വാക്സിന് അഡ്വാൻറ്റേജസ് ആണ് ഏറ്റവും കൂടുതൽ. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കോവിഡ് വാക്സിൻ അല്ല, ഏതൊരു വാക്സിനിലുണ്ട്. പക്ഷെ വാക്സിൻ എപ്പോഴും 100% എഫക്റ്റീവ് ആവണമെന്നില്ല. നമ്മൾ 100% 100% ഒരു സംഭവം കിട്ടും എന്ന് വെച്ചിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ജനങ്ങളിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10,000 പേർക്കോ അല്ലെങ്കിൽ 1,00,000 പേർക്കോ എടുക്കുമ്പോൾ 1-2 പേർക്ക് വാക്സിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാം. പക്ഷേ നമ്മൾ അത് വെച്ചിട്ട് വാക്സിനെ എതിർക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെ നിയന്ത്രിച്ച് അതിൻ്റെ സുരക്ഷിതമായ രീതിയിൽ എടുത്ത് അത് വന്നാൽ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള എക്യുപ്ഡ് ആയ സ്ഥലങ്ങളിൽ എടുത്ത് പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വാക്സിൻ കാരണം രക്തം കട്ട പിടിക്കുന്നു എന്നുള്ളൊരു ഇഷ്യൂ വരാറുണ്ട്. ബേസിക്കലി കോവിഡ് ഉണ്ടാക്കുന്നത്രയും രക്തം കട്ട പിടിക്കൽ വാക്സിൻ ഉണ്ടാക്കാറില്ല. വളരെ വളരെ റെയറായിട്ട് അങ്ങനെ റിപ്പോർട്ട്സിൽ ഉണ്ടെങ്കിലും. അപ്പൊ ഇത് കോവിഡ് കാരണമാണ് ഈ ബാക്കി അസുഖങ്ങൾ ഉണ്ടായത് അതെ, ലോങ് എന്നാണ്. കോവിഡ് എന്ന് പറയുന്ന അസുഖമുണ്ട്. വാക്സിൻ കാരണമല്ല. വാക്സിൻ റിലേറ്റഡ് അല്ല, ലോങ് കോവിഡ് എന്നൊരു അസുഖമുണ്ട്. അതായത് കോവിഡിന്റെ പാർശ്വഫലങ്ങൾ കുറേ നാൾക്ക് ശേഷം രോഗികളിൽ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം കോവിഡ് വൈറസ് രക്തം കട്ടപിടിക്കും എന്നുള്ളത് വളരെ വളരെ ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തൊരു സംഭവമാണ്. അപ്പം അതിനെയാണ് നമ്മൾ ശരിക്കും അഡ്രസ് ചെയ്യേണ്ടത്. വൈറസ് ആണ് ഇഷ്യൂ, വാക്സിൻ അല്ല. വൈറസ് ആണ് ഇഷ്യൂ, ഡെഫിനറ്റ്ലി വാക്സിൻ അല്ല. ഇപ്പൊ നമുക്കിടയിലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്തെല്ലാം വൈറസ് കാരണമാണ്? അല്ല, നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഈ വൈറസിനെ കണ്ടുപിടിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് വളരെ ചെലവേറിയ ടെസ്റ്റുകൾ ചെയ്താലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ വൈറസിനെയും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ COVID-19 പ്രശ്നം വെച്ചാൽ അത് കാരണം ആൾക്കാരുടെ മരണനിരക്ക് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വൈറസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ നമുക്കിടയിൽ ഇപ്പോഴും ഇപ്പോൾ ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഉണ്ട്, കൊറോണ വൈറസ് വേറെ, കോവിഡിന്റെ അല്ലാതെ തന്നെ വേറെ കൊറോണ വൈറസുകളുണ്ട്, HMPV വൈറസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വൈറസുകളുണ്ട്. ഈ വൈറസ് ഒക്കെ സാധാരണ ഒരു പനി വരുന്ന പോലെ വന്നു പോകും എന്നുള്ളതിലാണ്, അതൊരു പ്രശ്നക്കാരനാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ വൈറൽ പനി വരുമ്പോൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എടുത്താൽ മതി. അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മള് ചുമയെ കുറിച്ച് പറഞ്ഞു, കോവിഡ് വാക്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ശ്വാസം മുട്ടലിലേക്ക് കിടക്കാം. ഓക്കെ. ശ്വാസം മുട്ടൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ശ്വാസം മുട്ടൽ ബേസിക്കലി നമുക്ക് പ്രധാനമായിട്ടും പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ ശ്വാസം മുട്ടലുണ്ട്, ഹൃദയ സംബന്ധമായ അസുഖം കാരണം ശ്വാസം മുട്ടൽ വരാം. നമുക്ക് മസിൽ, നെഞ്ചിന്റെ ലങ്സിന് ചുറ്റുമുള്ള നെഞ്ചിന്റെ മസിലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശ്വാസം മുട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് രക്തക്കുറവുണ്ടെങ്കിൽ ശ്വാസം മുട്ട് വരാം. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ, അത് ലങ്സിൽ തന്നെ ഇൻഫെക്ഷൻ വരണമെന്നില്ല, പൊതുവെ രക്തത്തിൽ ഇൻഫെക്ഷൻ കൂടിയാലും ശ്വാസം മുട്ടായിട്ട് അനുഭവപ്പെടാം. ഈവൻ സ്ട്രോക്ക് വന്നാൽ പോലും നമുക്ക് ശ്വാസം മുട്ട് ആയിട്ട് വരാം. സോ ശ്വാസം മുട്ട് ഒരു ലക്ഷണമാണ്. ശ്വാസം മുട്ടിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് അനുസരിച്ചിട്ടുള്ള ചികിത്സ ചെയ്യുകയാണ് വേണ്ടത്. ഈ COPDയും ബ്രോങ്കിയൽ ആസ്മയും ഒന്നാണോ? COPDയും ബ്രോങ്കിയൽ ആസ്മയും ഒന്നല്ല, പക്ഷേ രണ്ടും ഏകദേശം ഒരേ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതായത് നമുക്ക് OPയിലോ അല്ലെങ്കിൽ എമർജൻസിയിലോ വരാം. ബേസിക്കലി ആസ്മ എന്ന് പറയുന്നത് ഒരു അലർജി കാരണം ഉണ്ടാവുന്ന ശ്വാസമുട്ടലാണ് ആസ്മ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ ഉണ്ടാവാം, കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് സംഭവിക്കാം. COPD എന്ന് പറയുന്നത് പുകവലിച്ചിട്ടുണ്ടാകുന്ന നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന ശ്വാസം മുട്ടലാണ്. സിഗരറ്റ് സ്മോക്കിംഗ് അതിന് പ്രധാന കാരണമാണ്. പക്ഷേ സ്മോക്കിംഗ് അല്ലാതെയും നമുക്ക് COPD കാണാം. എയർ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കാരണം വരാം. ഈ അടുപ്പിൽ പുക കോൺസ്റ്റന്റ് ഒരുപാട് നാളായിട്ട് ആ പുകയുമായുള്ള എക്സ്പോഷർ കാരണം COPD വരാം. അല്ലെങ്കിൽ ഫാക്ടറിയിൽ, പ്രത്യേക ചില ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ പുകയുടെ അല്ലെങ്കിൽ അന്നത്തെ കെമിക്കൽസിന്റെ കുറേ നാളത്തെ എക്സ്പോഷർ കാരണവും ഈ ശ്വാസകോശത്തിന്റെ ട്യൂബുകൾക്ക് നീർക്കെട്ട് വന്ന് അതിനെയാണ് COPD എന്ന് പറയുന്നത്. COPD കുട്ടികളിൽ കാണില്ല. COPD പ്രധാനമായിട്ടും 40-45 വയസ്സിന് ശേഷമുള്ള
ആൾക്കാരിലാണ് കാണുന്നത്. കാരണം അത്രയും നാളത്തെ എക്സ്പോഷർ വേണം. ഇനി COPD റിവേഴ്സിബിൾ ആയ ഒരു അസുഖമല്ല. അതായത് COPD വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് നോർമൽ ശ്വാസകോശത്തിലേക്ക് പോവില്ല. അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ആസ്മ നേരെ മറിച്ച് ആസ്മ അങ്ങനെയല്ല. ആസ്മ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതായത് ആസ്മയുള്ള ഒരാൾക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശം നോർമൽ ഒരാളുടെ ശ്വാസകോശം പോലെ നമുക്ക് മാറ്റാൻ പറ്റും. ബ്രോങ്കിയൽ ആസ്മ കുട്ടികളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരു കുഞ്ഞിന് ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ വരുമ്പോ അത് ബ്രോങ്കിയൽ ആസ്മയാണോ അല്ലയോ, ഇനി അതിലേക്ക് മാറാമോ എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുക ഒരു പാരന്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ? പൊതുവെ ആസ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു അലർജിക് ഡിസീസാണ്. ഇത് ഇപ്പം കുട്ടികളിലുണ്ടാകുന്ന എല്ലാ ശ്വാസമുട്ടലും ആസ്മ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ആസ്മയ്ക്ക് ചില ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. ഒന്ന്, പ്രധാനമായിട്ട് ഇതൊരു പാരമ്പര്യ രോഗമാണ്. അതായത് ഇപ്പോൾ പേരൻസിന് ആർക്കെങ്കിലും ആസ്മ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ശ്വാസമുട്ട് വന്നാലും നമുക്കത് ആസ്മയാണെന്ന് എന്നാലും ഉറപ്പിക്കാൻ പറ്റില്ല, ചെക്കപ്പ് ചെയ്യണം. പിന്നെ യൂഷ്വലി ആസ്മയുടെ ചുമ, മൂക്കൊലിപ്പ്, തുമ്മൽ, ചിലർക്ക് സ്കിന്നിൽ ചൊറിച്ചൽ, പിന്നെ വലിവ്, ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ആസ്മ ആണെന്ന് തെളിയിക്കപ്പെടാൻ സാധ്യതയുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അലർജി ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അണുബാധയല്ലെന്ന് ഉറപ്പിക്കാം. അപ്പം അണുബാധ അല്ലാന്ന് ഉറപ്പാണ് ഈ ശ്വാസം മുട്ടൽ എങ്കിൽ നമുക്കിത് ആസ്മയായിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ആസ്മയുടെ ചികിത്സ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കും. ഇപ്പം അലർജി പോസിറ്റീവാണ്, പേരൻസിന് ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് റെസ്പോൺസ് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിലും നമുക്കത് ആസ്മയായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മളവരെ കുറച്ച് നാൾ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെയാണിത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ബ്രോങ്കിയൽ ആസ്മയിൽ വരുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ്? നമ്മളിപ്പം ശ്വാസമുട്ടയുടെ രോഗി വന്നു, നമ്മൾ ആസ്മയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ ആസ്മയുടെ ചികിത്സ തുടങ്ങും. ആസ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ഇൻഹേലറാണ്. ഇൻഹേലർ എന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ ഗുളിക രൂപത്തിൽ വലിക്കുകയോ ചെയ്യുന്ന സാധനത്തിനാണ് ഇൻഹേലർ എന്ന് പറയുന്നത്. അത് ആസ്മയുടെ തീവ്രത അനുസരിച്ചിട്ട് ഡോസ് ആ ഒരു ഡോസിൽ തുടങ്ങും. പിന്നെ രോഗി ബെറ്റർ ആവുന്നതനുസരിച്ച് ഡോസ് കുറച്ച് കൊണ്ടുവന്ന് മിക്കപ്പോഴും നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ നിർത്താൻ പറ്റും. ഇൻഹേലർ യൂസ് ചെയ്യുന്നതിനോട് ഒരു സ്റ്റിഗ്മ ഉണ്ട്. ആൾക്കാർക്ക് അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ടി വരും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള ധാരണയാണോ തെറ്റിദ്ധാരണയാണോ? അത് ഡിപ്പെൻഡ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ആസ്മ എന്ന് പറഞ്ഞ അസുഖമാണെങ്കിൽ ഇൻഹേലർ നമുക്ക് ആസ്മയുടെ ബുദ്ധിമുട്ട് തീരുമ്പോൾ നമുക്ക് ഇൻഹേലർ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. ഈ ആസ്മ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യൂറബിൾ ആയ ഒരു അസുഖമല്ല. അസുഖം പൂർണ്ണമായിട്ടും മാറി ഇനി ഒരിക്കലും അസുഖം വരില്ല, അതിനാണ് ക്യൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ആസ്മയ്ക്കില്ല. ആസ്മയുടെ ലക്ഷണങ്ങൾ കൂടുന്ന സമയങ്ങളുണ്ടാവും, കുറയുന്ന സമയങ്ങളുണ്ടാവും, ലക്ഷണങ്ങൾ തീരെ ഇല്ലാത്ത സമയങ്ങളുണ്ടാവും. ആസ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുന്നത് പോസിബിൾ അല്ല. ആസ്മ ക്യൂറബിൾ അല്ല. ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, ഇപ്പോഴത്തെ ശാസ്ത്രീയമായ ചികിത്സാ രീതി വെച്ചിട്ട് ആസ്മ ക്യൂറബിൾ അല്ല. പക്ഷെ ആസ്മയെ നിയന്ത്രിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. നിയന്ത്രണമാണ് നമ്മുടെ ഉദ്ദേശം. ശരി. അപ്പൊ ഈ ആസ്മയുടെ സിംറ്റംസ് ഇല്ലാത്ത കാലത്ത് നമുക്ക് ഇൻഹേലറിന്റെ ആവശ്യമില്ല. ഇൻഹേലർ ജീവിതകാലം മുഴുവൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. അപ്പൊ ചിലർക്ക് കുറെ നാൾ കഴിയുമ്പോൾ അവർക്ക് ലക്ഷണം വരാതിരിക്കാം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ വരാതിരിക്കാം. അപ്പൊ ആ സമയത്ത് ഇൻഹേലർ അതെ, ഓരോ പേഷ്യന്റ് വ്യത്യാസങ്ങൾ വരും. ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, പക്ഷികൾ, അവര് ബ്രോങ്കിയൽ ആസ്മയ്ക്ക് ഒരു കാരണമാകും എന്ന് പറയുന്നതിൽ എന്താണ് പറയാനുള്ളത്? അല്ല, അത് ആസ്മയ്ക്ക് കാരണമാകുന്നുള്ളതല്ല. ഞാൻ പറഞ്ഞില്ല, ആസ്മ എന്ന് പറയുന്ന അസുഖത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ വന്നാൽ അത് പെട്ടെന്ന് അതിന്റെ സിംറ്റംസ് കൂടത്തുള്ളൂ. അതിൽ ഒരു കാരണം ചിലപ്പോൾ പെറ്റ്സ് ആവാം. ഇപ്പൊ വീട്ടിൽ വളർത്തുന്ന പൂച്ച, പട്ടി അല്ലെങ്കിൽ കിളികള്, ഇതിന്റെയൊക്കെ സാന്നിധ്യം ആസ്മയുള്ള ഒരാൾക്ക് ആസ്മയുടെ ലക്ഷണങ്ങൾ കൂട്ടാൻ സഹായിക്കും. പെറ്റ്സ് കാരണം ആസ്മ ഉണ്ടാവില്ല, പക്ഷെ ആസ്മയുള്ള ഒരാൾക്ക് പെറ്റ്സ് കാരണം ആസ്മയുടെ സിംറ്റംസ് കൂടാൻ, ആസ്മ കൺട്രോൾ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടും ആവാൻ സാധ്യതയുണ്ട്.